ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, അത്യുന്നതനായ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ മനുഷ്യന് ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരിക്കണം. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടാണ് ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങൾ, വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം അനേകർക്ക് കഴിഞ്ഞിട്ടുള്ളത്. തിരുവചനത്തിലുടനീളം അപ്രകാരമുള്ള അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് വിശ്വാസമുണ്ടല്ലോ, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്താണ് പലപ്പോഴും നമ്മുടേതായിട്ടുള്ള വിശ്വാസം കൊണ്ട് നമുക്ക് നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അനുഭവമാക്കുവാൻ കഴിയാത്തത്? എന്നാൽ വിശ്വാസത്തിൻ്റെ പരിശോധനകളിൽ നാം ബലഹീനരായി പോകുമ്പോഴാണ്, നമ്മുടേതായിട്ടുള്ള വിശ്വാസം കുറഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി പ്രാപിക്കുവാൻ കഴിയാതെ വരുന്നത്, അത്ഭുതങ്ങൾ അനുഭവമാക്കുവാൻ കഴിയാതെ വരുന്നത്. ഇറ്റ്സ് അവർ stupendous faith in the Almighty God that would bring us mighty miracles from God. God showers His blessings and He performs mighty miracles on us when we put our trust in Him. When we have that stupendous faith, I would say, it's not ordinary faith, the great faith in the Almighty Lord. It's a faith that enables Him, or rather prompts Him to do mighty miracles for you and me. But very often, this faith is shattered by Satan, and he shatters it by using different means. And fear is one factor by which he tries to destroy the faith or diminish the faith. When faith is diminished, we find that miracles can never be received from God. So Satan will try his best to break our faith. നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ തക്കതിനൊന്നും പിശാച് പല ആയുധങ്ങളും ഉപയോഗിക്കും. അവയിൽ പ്രധാനപ്പെട്ട ആയുധങ്ങളിലൊന്നാണ് ഭയം. നാം ഒരു രോഗത്തെ അഭിമുഖീകരിക്കുന്നു, അപ്പോൾ ദൈവത്തിന് നമുക്ക് വിശ്വാസമുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ നാം ആരാധിക്കുന്നത്, നമ്മുടേതായിട്ടുള്ള രീതികളിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒരു കഠിനമായ രോഗത്തിൻ്റെ അവസ്ഥയിൽ നാം ആയിരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് ഇത് സൗഖ്യമാക്കുവാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടോ? അപ്പോൾ നമുക്ക് ഭയമാണ്. ദൈവത്തിനത് സൗഖ്യമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അവിടെയാണ് പിശാച് വിജയിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസം, എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്നുള്ള വിശ്വാസം, അപ്പോൾ അപ്രകാരമുള്ള വിശ്വാസം ഞാൻ മുൻപ് പാടിയിട്ടുണ്ട്. എൻ്റെ ദൈവത്താൽ അസാധ്യമല്ലൊന്നും, എൻ്റെ ദൈവത്താൽ സുസാധ്യമാണെല്ലാം. എൻ്റെ ദൈവത്താൽ അസാധ്യമല്ലൊന്നും, എൻ്റെ ദൈവത്താൽ സുസാധ്യമാണെല്ലാം. അസാധ്യമൊന്നുമില്ല, സുസാധ്യമാണെന്നും എൻ്റെ ദൈവം സർവശക്തനാം ദൈവം. അസാധ്യമൊന്നുമില്ല, സുസാധ്യമാണെല്ലാം, എൻ്റെ ദൈവം സർവശക്തനാം ദൈവം. അപ്പോൾ സർവശക്തനായ എൻ്റെ ദൈവം എനിക്ക് സർവത്തിനും മതിയാകുന്നുവെന്നുള്ള ആ വലിയ വിശ്വാസത്തെ തകർക്കുവാൻ പിശാച് സംശയം എന്ന ആ വലിയ ആയുധത്തെ എടുത്ത് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഭയമാണ്. അപ്പോൾ ഇത് ഒരു തരത്തിലുള്ള ഭയമാണ്. ഞാൻ ഈ സമയത്ത് സുപ്രസിദ്ധ സുവിശേഷകനായിരുന്ന മാർക്ക് ട്രോംപ് എന്ന് പറയുന്ന ആ വ്യക്തിയുടേതായിട്ടുള്ള വാക്കുകൾ ഓർത്തു പോവുകയാണ്. അദ്ദേഹം
ദൈവത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിരുന്ന ഒരു സുവിശേഷമാണ്. ആഗോള പ്രസിദ്ധനല്ലെങ്കിൽ പോലും അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ ഒരുപാട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. അദ്ദേഹം പെട്ടെന്ന് ഒരു കാർ ആക്സിഡൻറ്റിൽ പെട്ടു. വലത്തെ കാൽ ചതഞ്ഞുപോയി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആ വലത്തെ കാൽ മുറിച്ച് കളയണമെന്ന് അവിടെ സർജൻസ് പറഞ്ഞു. അത് വെച്ചുകൊണ്ടിരിക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരും അദ്ദേഹത്തോട് ചുറ്റുപാടുമുണ്ടായിരുന്നവരെല്ലാം ഒരുപാട് ദുഃഖിതരായി. ദൈവത്തിന് വേണ്ടി ഒരുപാട് ഓടിയിട്ടുള്ളൊരു മനുഷ്യൻ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കാൽ മുറിച്ച് കളയുമ്പോൾ എന്താണ് അവസ്ഥ ഉണ്ടാകുന്നത്? അവർക്ക് വളരെ ഭയമായി, വളരെ ദുഃഖമായി. ദൈവത്തിലുള്ള പ്രത്യാശ പോലും കുറഞ്ഞു പോകുന്ന അവസ്ഥയിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് മാർക്ക് ട്രോംബ് അവരോട് ചോദിച്ചു, റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം ഇപ്പോഴും നിങ്ങൾ വായിക്കുന്ന ബൈബിളിൽ ഇല്ലയോ? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. എല്ലാവരും ദുഃഖിതരായിട്ട് ചുറ്റുപാട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഓപ്പറേഷനെ കുറിച്ചുള്ള ഭയവും ഭാരവും കൊണ്ട് അവരുടെ പ്രത്യാശ കുറഞ്ഞു പോയ അവസ്ഥയിൽ സുവിശേഷകനായ മാർക്ക് ട്രോംബ് തൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ്, റോമർ 8-ാം അധ്യായം 28-ാം വാക്യം നിങ്ങൾ വായിക്കുന്ന ബൈബിളിലില്ലയോ? എന്താണ് ആ വാക്യം? അതിപ്രകാരമാണ്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല കാര്യങ്ങളും നന്മയ്ക്കായി പ്രവർത്തിക്കുമെന്ന് നാം അറിയുന്നു. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ ഭയമെന്ന് പറയുന്നത് ഒരു സംഭവിക്കാൻ പോകുന്നൊരു കാര്യത്തെക്കുറിച്ചല്ല, ഇനിയുമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്ക അത് പിശാച് സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. കാല് മുറിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം സമർപ്പിക്കുന്ന ആ മനുഷ്യൻ്റെ അവസ്ഥ നമുക്ക് മാതൃകയാണ്. എന്തെങ്കിലും രോഗം വന്നാൽ സൗഖ്യമാക്കുന്നു, അത് നമ്മുടെ വിശ്വാസമാണ്. സൗഖ്യമാക്കുകയില്ലയോ അത് നിമിത്തം ഉണ്ടാകുന്ന പരിണിത ഫലം എന്താകുമോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണുവാനോ ദൈവത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പ്രശംസിക്കുവാനോ കഴിയുകയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഭയത്തിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, വിശ്വാസത്തെ ചോർത്തിക്കളയുന്ന പിശാചിൻ്റെ തന്ത്രങ്ങൾ. നമ്മുടെ വിശ്വാസത്തെ ചോർത്തിക്കളയും. ഇത് സാധ്യമാകുമോ എന്നൊരു ചിന്ത. സാധാരണയായ തലങ്ങളിൽ നമുക്ക് വിശ്വാസമുണ്ട്, കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ വളരെ വിശ്വാസമാണ്. എന്നാൽ ജീവിതയാത്രയിൽ വലിയ പ്രതിസന്ധികളെ നാം നേരിടുമ്പോൾ നാം അപ്രകാരം വിശ്വാസമുള്ളവരാണോ? ദൈവത്തിന് സകലതും കഴിയും എന്ന് വിശ്വസിക്കാം. അതോടൊപ്പം തന്നെ ദൈവം എനിക്ക് ഈ സംഭവ നിമിത്തം നന്മയാണ് ചെയ്യാൻ പോകുന്നതെന്ന് വിശ്വസിക്കാൻ കഴിയുമ്പോൾ, അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഭയമില്ല. വാട്ട് എവർ മേ ഹാപ്പൻ, യു സി, ഇറ്റ്സ് ഗാഡ് ഹു ഈസ് ബ്രിങ്ങിങ് ഇറ്റ് അബൌട്ട്. Many a time, Satan tries to destroy our faith by bringing in such fear. I was speaking about Pastor Mark Tromb, who met with an accident and the surgeon said his right leg had to be amputated. Everybody around were upset because they expected a miracle and their faith was shattering. Then he asked his colleagues and his dear ones, see, in your Bibles, have you not read, or do you not find Romans chapter 6 verse 28? Is that not there in your Bibles? It says everything is done by God for the good, only for good, not for bad. So, whatever may be the outcome, let Satan not use fear to destroy our faith. You prayed for a healing, the healing doesn't happen. We have to completely submit ourselves to God, saying that let it be your will, let your will be done. You see, many a time we won't be able to do that because Satan will inject fear into our minds. And that fear, will lead us into doubt, or rather it's the other way around. When doubt creeps into our hearts, fear comes. So these are sisters, you see, just to create anxiety, and that derails our faith.
So this is the first type of fear. Fear whether God can do that for us, whether God will act for us. ഇത് ഭയത്തിൻ്റെ ഒരു വശമാണ്. ആ ഭയത്തിൻ്റെ ആ വശം ദൈവത്തിനിത് പ്രവർത്തിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇപ്രകാരം ഒരു സംഭവവികാസം ഉണ്ടായത് നന്മയ്ക്കാണോ എന്നുള്ള സംശയം സൃഷ്ടിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള ഭയം. അതാണ് നാം മാർക്ക് സ്ട്രോമിൻ്റേതായിട്ടുള്ള ജീവിതത്തിൽ കണ്ടത്. അപ്പോൾ പിശാച് വളരെ തന്ത്രപൂർവമാണ് ഈ ഭയത്തെ നമ്മളിലേക്ക് കുത്തിവെക്കുന്നത്. സംശയം കൊണ്ടുവന്ന് ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചുള്ള ആ സംശയം നമ്മുടെ മനസ്സിൽ കടന്നു കഴിയുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് പൂർണ്ണ വിശ്വാസമില്ല. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അടയാളങ്ങളും അനുഭവിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിനിത് കഴിയുമോ? എൻ്റെ ഭാവി ഏറ്റെടുക്കാൻ കഴിയുമോ എന്നൊരു ചിന്ത. ഇത്രമാത്രം ഡോക്ടേഴ്സും ഇത്രമാത്രം ചികിത്സാക്രമങ്ങളും ഒക്കെ നടത്തിയിട്ടും സുഖമാകാതിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തുവാൻ കഴിയും. അത് സംശയമാണ്, അത് ഭയമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് സമ്പൂർണ്ണമായിട്ട് ദൈവത്തിലേക്ക് ആശ്രയിക്കുവാനുള്ള വഴികൾ അടയ്ക്കപ്പെടുകയാണ്. രണ്ടാമത്തെ തരത്തിലുള്ള ഭയം യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുവാനും സൗഖ്യം പ്രാപിക്കുവാനും ആഗ്രഹമുണ്ട്. ദൈവത്തെ സമ്പൂർണ്ണമായിട്ട് ആശ്രയിച്ചാൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന് ഉത്തമ വിശ്വാസമുണ്ട്. പക്ഷേ ദൈവത്തെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എൻ്റെ സ്ഥാനമാന മഹിമാദികൾക്ക് ഒരു പോരായ്മയാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ദൈവത്തിന് തീർച്ചയായിട്ടും സൗഖ്യം നൽകാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഞാനിന്ന് വളരെ പ്രശസ്തനാണ്, എനിക്ക് ഒരുപാട് ഡിഗ്രി ഉണ്ട്, സമ്പത്തുണ്ട്, സാമൂഹ്യ ബന്ധങ്ങളുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്. ഈ അവസ്ഥയിൽ എൻ്റെ ഈ ഗുരുതരമായ പ്രശ്നത്തിനായിട്ട് ഞാൻ ദൈവത്തെ അന്വേഷിച്ച് പോവുക, പ്രാർത്ഥിക്കാൻ പോവുക എന്നൊക്കെ പറയുന്നത് ഒരു പോരായ്മയായിട്ട് കണക്ക് കൂട്ടുന്ന വ്യക്തികൾ തങ്ങളുടെ സ്ഥാനചലനങ്ങളെക്കുറിച്ച് ഭയമുള്ളവരാണ്. ആ ഭയപ്പെടുന്നതുകൊണ്ട് ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുകയില്ല. ദൈവത്തിൽ വിശ്വാസമുണ്ട്, ദൈവം പ്രവർത്തിക്കുന്ന വിശ്വാസമുണ്ട്. There are people who are afraid that the status would go if they follow God. They know God is there. They know that God can solve their problems, whatever problems they have. However difficult they are, however serious they are very confident that God can do that for them. But their positions in society, their riches, their relationships, well, they are afraid whether those will be lost. So, they are reluctant to come to God. They rather choose to decay in their own problems rather than being identified as people of God. They are going to churches, they are praying, but they cannot put a step more to work for God. That's a problem. They cannot do anything more for God because they do not want to be recognized as people who are striving for God. Okay, church going is a normal thing, everybody goes to church, that's okay. But to go forward, to work for God, to strain for God, to put a step ahead for God is not possible because they believe that their status will be affected. പള്ളിയിൽ പോകുന്നുണ്ട്, അതൊക്കെ സാധാരണ ക്രിസ്ത്യാനികളെ പറ്റി ചെയ്യുന്നുണ്ട്. പക്ഷേ തങ്ങളുടെ ഈ ഗുരുതരമായ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്കതിനുവണ്ണം ദൈവത്തിന് കഴിയും. പക്ഷേ അതിന് ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു ചുവട് കൂടി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം സ്ഥാനചലനങ്ങളെ ഭയപ്പെടുന്നവർ കഴിയില്ല. എനിക്ക് ഇപ്രകാരം ഒരു വലിയ അനുഭവമുണ്ട്. ഞാൻ ഒരു വിദേശ രാജ്യത്തായിരുന്നപ്പോൾ അവിടെ ഒരു 10 വയസ്സുകാരി പെൺകുട്ടിയുമായിട്ട് മാതാപിതാക്കന്മാർ വന്നു, എന്നെ കാണാൻ വന്നു. അപ്പോൾ ഈ കുഞ്ഞിന് സൗഖ്യം ആവശ്യമുണ്ട്. സൗഖ്യം എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് വല്ലാതെ ഇടയ്ക്കിടയ്ക്ക് അലറും, വല്ലാതെ കിടന്ന് ശബ്ദം ഉണ്ടാക്കും, കരയും. പാശ്ചാത്യ രാജ്യമാണ്, ഒരുപാട് ആധുനിക ചികിത്സാ സംവിധാനങ്ങളുള്ള രാജ്യമാണ്.
സുന്ദരിയായ ഒരു കുഞ്ഞ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഈ കുഞ്ഞ് അലറും, ശബ്ദമുണ്ടാക്കും, കരയും ഒക്കെ ആകും, വളരെ വയലൻ്റ് ആകും. അങ്ങനെ അവസ്ഥ. അല്പം കഴിയുമ്പോൾ ശാന്തമാകും. അപ്പോൾ ഈ സഹോദരങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. മാതാപിതാക്കന്മാർ അഭ്യസ്ത വിദ്യരാണ്, അവിടുത്തെ സമൂഹത്തിലെ പ്രശസ്തനാണ്, ആ സഭയിലെ വലിയ ആളാണ്, സഭാധികാരികളുടെ വാത്സല്യ ശിഷ്യനാണ്, വാത്സല്യവാനാണ്, ഒക്കെ ശരിയാണ്. അപ്പോൾ ഞാൻ ആ രാജ്യത്ത് നിന്നൊരു ഉപവാസ പ്രാർത്ഥന നയിക്കുവാനുണ്ട്, ത്രിദിന ഉപവാസ പ്രാർത്ഥന നയിക്കുവാനാണ്. ഇത് വ്യക്തമായും ഒരു പൈശാചിക ബന്ധനമാണ്. കാരണം എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ഭാവം മാറി. അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ പൈശാചിക ബന്ധനത്തെ മാറ്റാൻ കഴിയണമെങ്കിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഇത് ജാതി മാറിപ്പോവുകയില്ല എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ സമർത്ഥിച്ചു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 9-ാം വാക്യം എടുത്ത് ഞാൻ കാണിച്ചു കൊടുത്തു. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല. കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ചന്ദ്രരോഗിയുടെ കാര്യം ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് ആ മകനായിട്ട് പീഡിപ്പിച്ചതെന്ന് എല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, ഇതൊരു പൈശാചിക ബന്ധനമാണ്. നിങ്ങൾ ഈ ത്രിദിന ഉപവാസ പ്രാർത്ഥനയിൽ വന്ന് പങ്കെടുക്കുക. തീർച്ചയായും നിങ്ങളുടെ കുഞ്ഞിന് ആശ്വാസവും വിടുതലും ഉണ്ടാകും. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഒരു പുതിയ ജീവിതം. ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാനിങ്ങനെ ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിക്കുന്നതാണ്. ഞാൻ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം, ഞാൻ അതിനെയൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേങ്കിൽ ഈ കുഞ്ഞിന് സൗഖ്യം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഒരു പടി കൂടെ ദൈവത്തിന് വേണ്ടി മുൻപോട്ട് ഇറങ്ങണം. സഭയുടെ പദവികളിൽ മുന്നോട്ട് പോവുകയല്ല, പിന്നെയോ ദൈവിക പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കത് ചില ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ സഭയുടെ സ്ഥാനമാനങ്ങൾ വഹിക്കുന്നൊരു വ്യക്തിയാണ്. ഇത് എൻ്റെ സഭയുടെ തിരുമേനി അറിയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് വളരെ പ്രയാസമുണ്ടാക്കും. എൻ്റെ ഇടവകയിലെ അച്ഛനറിയുകയാണെങ്കിൽ പ്രയാസമുണ്ടാക്കും. അതുകൊണ്ട് എനിക്ക് ത്രിദിന ഉപവാസ പ്രാർത്ഥനയിൽ വരുവാൻ സാധ്യമല്ല. ഞാൻ വീട്ടിലിരുന്ന് അങ്ങ് ഉപവസിച്ചോളാം, അവന് സാധ്യമല്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ, യേശുവിനെ നിങ്ങളുടെ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ അരികിലേക്ക് വരണം, പരസ്യമായിട്ട് വരണം. യേശുവിനെ നിങ്ങൾ അംഗീകരിക്കുക മാത്രമല്ല, നിങ്ങൾ വിശ്വസിക്കുമെന്ന് പറയുന്നു, പക്ഷേ നിങ്ങൾ യേശുവിന് വേണ്ടി പ്രവർത്തിക്കാൻ തൽപരരല്ല. നിങ്ങൾ മറ്റ് സ്ഥാനമാനങ്ങൾ സൂക്ഷിക്കുവാനൊക്കെ കൊണ്ടും ബന്ധപ്പെടുന്നവരാണ്. അതുകൊണ്ട് കുഞ്ഞിന് സൗഖ്യം പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ നിങ്ങൾ വരിക. നിങ്ങൾ പരമാർത്ഥയോടെ വരികയാണെങ്കിൽ യേശു സൗഖ്യമാക്കി നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ശരി, ഞങ്ങൾ ആലോചിക്കട്ടെ. നമ്മൾ ആലോചിച്ച് ചെയ്താൽ മതി. അവർ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നില്ല. പ്രിയമുള്ളവരെ, ഏതാണ്ട് 10 വർഷത്തിന് മുൻപിൽ നടന്ന സംഭവമാണ്. അവർ വന്നില്ല, കുഞ്ഞിൻ്റെ രോഗം വഷളായി. അപ്പോൾ സമൂഹത്തിലെ സ്ഥാനമാനം നിലനിർത്തുവാൻ വേണ്ടി ഈ കുഞ്ഞിനെ അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അവരവിടുത്തെ വലിയൊരു സാനിറ്റോറിയത്തിൽ ആശുപത്രിയിൽ കൊണ്ടുവന്നാക്കി. ആ നാട്ടിലെ ആശുപത്രിയിൽ ഇങ്ങനെ തള്ളുന്ന കുഞ്ഞുങ്ങളിലാണ് പരീക്ഷണങ്ങൾ നടത്തുന്നത്, മരുന്നുകൾ കുത്തിവെക്കുന്നത്, അത് എന്ത് റിയാക്ഷനാണെന്ന് കണ്ടുപിടിക്കുന്നതൊക്കെ ഇങ്ങനെ കൊണ്ട് തള്ളിയേക്കാണ്. പിന്നെ യാതൊരു ഒരു പ്രയാസവുമില്ല. ആ കുഞ്ഞിൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. എന്നിട്ട് ഇവൻ സമൂഹത്തിൽ പിന്നെയും വലിയ ആളായിട്ട് ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. ഇങ്ങനൊരു കുഞ്ഞുള്ളതായിട്ട് പോലും സമൂഹം അറിയേണ്ട ആവശ്യമില്ല. ഭയമാണ്, സ്ഥാനചലനങ്ങളെക്കുറിച്ചുള്ള ഭയം, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഭയം യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ തടസ്സം സൃഷ്ടിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പേരെ എൻ്റെ ഈ ആത്മീയ യാത്രയിൽ ഞാൻ കാണാറുണ്ട്. രഹസ്യമായിട്ട് അത് കർത്താവിൻ്റെ ശിഷ്യനായിരിക്കണം. അരിമത്തിയിലെ യോസഫിനെ പോലെ, നിക്കോദിമോസിനെ പോലെ രഹസ്യ ശിഷ്യന്മാരായിട്ട് തുടരാനാണ് പലരും ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങൾക്കും വേണ്ടി യേശുവിൻ്റെ സാക്ഷികളായിട്ട് മുന്നേറാൻ കഴിയുന്നില്ല. ഇത് രണ്ടാമത്തെ തരത്തിലുള്ള ഭയമാണ്. ഇവിടെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഈ 2 ഭയങ്ങളെയും കീഴടക്കിക്കൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന ഒരു മനുഷ്യനെ കാണുവാൻ കഴിയും. So we find people, they do not want to lose their positions in life. I was talking about a person who came to me who had a severe problem with his daughter, the family. She was under the bondage of Satan. I told them, you have to come for the fasting way, but they could not, because he was afraid that his positions in the church would go away. He was afraid
that the status in his church would change. He was ashamed to stand for Jesus. He wanted to keep on and hold on to the position of what he had. He could not fast. And he sent his daughter to an asylum. We do not know what happened in the asylum. Now here we find in Mark chapter 5 verse 22, a man who had overcome both these types of fears. The fear whether the problem can be solved, and the second fear that the positions would be lost. Both these fears were shattered by this man. ഇപ്രകാരം രണ്ട് രീതിയിലുള്ള ഭയങ്ങളെയും തകർത്ത ഒരു മനുഷ്യനെ കാണുവാൻ കഴിയും. ആരാണവൻ? പള്ളി പ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുവൻ വന്നു, അവനെ കണ്ടു, കാൽക്കൽ വീണു. യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നൊരു മനുഷ്യനാണ്. അവനൊരു വിശേഷമുണ്ട്, പള്ളിപ്രമാണി. പള്ളിപ്രമാണി എന്നിവിടെ പറയുമ്പോൾ ഒരു യഹൂദ സിനഗോഗിൻ്റെ അധിപനാണ്. യഹൂദ സഭയുടെ പ്രാദേശികമായിട്ടുള്ള ആ സിനഗോഗിൻ്റെ തലവനാണ്. യഹൂദ സഭയെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും വകവരുത്തുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഹൂദ സഭയുടെ മഹാപുരോഹിതന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ യേശു ക്രിസ്തുവിനെ സമ്പൂർണ്ണമായിട്ട് കൊന്നുകളയുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഭയുടെ അല്ലെങ്കിൽ ഒരു സിനഗോഗിൻ്റെ അധിപൻ, അതിൻ്റെ സർവാധികാരി, തനിക്കുണ്ടാകാൻ പോകുന്ന സ്ഥാനമാനങ്ങളെ വകവെക്കാതെ, എന്ന് പറയുമ്പോൾ സ്ഥാനമാനങ്ങളുടെ നഷ്ടത്തെ വകവെക്കാതെ, പ്രത്യാഘാതങ്ങളെ വകവെക്കാതെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അന്ന് പള്ളിപ്രമാണി എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥമുണ്ട്. അപ്പോൾ അവൻ വരുന്നതിൻ്റെ കാരണം അവൻ്റെ മകൾ അത്യാസന്ന നിലയിലാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ യേശുവിൻ്റെ അനുയായിയല്ല, പക്ഷേ അവൻ ആദ്യത്തെ ഭയമില്ല. എന്താണ് ആദ്യത്തെ ഭയം? എൻ്റെ കുഞ്ഞിന് സൗഖ്യം നൽകുവാൻ കഴിയുമോ എന്നുള്ള ഭയമില്ല. അവൻ അചഞ്ചലമായ വിശ്വാസമാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുവാൻ യേശുവിന് കഴിയും. പക്ഷേ അവൻ ദൂരത്താണ്. യഹൂദ സഭ മുഴുവൻ അവനെതിരാണ്. പക്ഷേ എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ ഇനി മറ്റൊരു മാർഗമില്ല. അവന് വേണമെങ്കിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് ആൾ പറഞ്ഞയക്കാം. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ യേശുവിനെ കൊണ്ടുവരാൻ സാധ്യമല്ല. ഈ കുഞ്ഞിനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഉള്ള സൗകര്യമോ സാഹചര്യമോ ഇല്ല. കാരണം അത്യാസന്ന നിലയിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ഒന്നാമത്തെ ഭയത്തെ തകർത്തു. എന്താ ഒന്നാമത്തെ ഭയം? എൻ്റെ കുഞ്ഞിനെ യേശുക്രിസ്തുവിന് സൗഖ്യമാക്കുവാൻ കഴിയുമോ എന്നുള്ള ഭയം. പിശാചിൻ്റെ ആ ഭയത്തെ അവൻ തകർത്തു. ഇല്ല, എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയും. രണ്ടാമത്തെ ഭയം, ഞാൻ ഇപ്രകാരം യേശുവിൻ്റെ അടുക്കിലേക്ക് സൗഖ്യം തേടിപ്പോയാൽ എൻ്റെ വലിയ പദവി, പള്ളിപ്രമാണി എന്ന് പറഞ്ഞൊരു വലിയ പദവിയാണ്, അത് നഷ്ടപ്പെടുമോ? ആ ഭയത്തെ വകവെച്ചില്ല. എൻ്റെ സ്ഥാനത്തേക്കാൾ, എൻ്റെ മാനത്തേക്കാൾ എനിക്ക് വലുതായിരിക്കുന്നത് എൻ്റെ പൊന്നോമന കുഞ്ഞിൻ്റെ ജീവനാണ്. അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. ഞാനൊരു പള്ളിപ്രമാണിയാണ് എന്നുള്ള അഹന്തയോടെ അല്ല, യേശുവിൻ്റെ പാദത്തിലേക്ക് അവൻ വീണു. എന്നിട്ട് അവൻ പറയുക, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിലായിരിക്കുന്നു, അതെ, അവൾ സൗഖ്യം പ്രാപിച്ച് ജീവിക്കണം, നീ വന്ന് അവളുടെ മേൽ കൈവെക്കണം. അവൾ സൗഖ്യം പ്രാപിച്ച് ജീവിക്കണമെങ്കിൽ നീ വന്ന് കൈവച്ചാൽ മതിയാകത്തുള്ളൂ. തൻ്റെ കാൽക്കൽ കിടന്ന് നിലവിളിക്കുന്ന ഒരു മനുഷ്യനെ കാണുവാൻ. അവൻ ആരാണ്? പള്ളിപ്രമാണിയാണ്, യഹൂദ സഭയുടെ നേതാവാണ്. നാട്ടുകാരും കണ്ടുകൊണ്ട് അവൻ വീഴുകയാണ്. യേശു പറയുകയാണ്, അതെ, വിശ്വസിക്കാൻ മാത്രം, ഞാൻ ഭയപ്പെടേണ്ട. യേശു ചെന്നു അവൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കുന്നതായിട്ട്. യേശു ചെല്ലുമ്പോൾ അവൾ മരിച്ചിരുന്നു. മരിച്ച കുഞ്ഞിനെ യേശു ഉയർപ്പിക്കുകയാണ്, മാതാപിതാക്കന്മാരെ ഏൽപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? അവൻ രണ്ട് ഭയങ്ങളെയും തകർത്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നു. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ യാത്രയിൽ ഇപ്രകാരം നമ്മുടെ മുൻപിലുള്ള ഭയങ്ങളെ തകർത്തുകൊണ്ട് ആ യായിറോസിനെ പോലെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സ്വയം സമർപ്പിക്കുമ്പോൾ, ആ പാദപീഠത്തിൽ വീഴുമ്പോഴാണ് ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ നമുക്ക് അനുഭവമാക്കുവാൻ കഴിയുന്നത്. നമ്മുടെ മാനവും നമ്മുടെ ശ്രേഷ്ഠതയും നമ്മുടേതായിട്ടുള്ള
എല്ലാവിധമായിട്ടുള്ള ഉന്നമനമായിട്ടുള്ള കാര്യങ്ങളും നാം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയുന്നതെന്ന്, അത്ഭുതങ്ങൾ അനുഭവമാക്കുവാൻ കഴിയുന്നതെന്ന് യായിറോസ് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്രകാരം അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ അടുത്തേക്ക് വരുവാനും അങ്ങയുടെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അനുഭവമാക്കുവാനും തടസ്സമായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ എല്ലാ ഭയങ്ങളെയും അങ്ങ് തകർത്ത് ഞങ്ങൾക്ക് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ നാമം മഹത്വപ്പെടുവാനും അവിടുത്തെ അനുഗ്രഹം ജീവിതത്തിൽ പ്രാപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിനെ അതിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാകണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.